ഇല്ല. പതിനാല് വയസ്സ്, കൂട്ടുകാരെല്ലാം ക്രിമിനൽസാ. കുടൂടാ കരയുന്നില്ലേ? ഇത് മാനസാന്തരവാ. ഇഷ്ടമില്ലായിരുന്നു വരാനില്ലയോ? ഇഷ്ടമില്ല. ചത്തുപോണ്ടിയായിരുന്നേ. ആക്സിഡന്റ് വന്നു. എത്ര ദിവസം ബോധമില്ലാതെ കിടന്നു? 3 ദിവസം. ഇനിയും ജീവിക്കുവോ ദൈവത്തിന് വേണ്ടി? ചുമ്മാ പറയുവാണോ? അല്ല. അമ്മയെക്കാളുടെ സ്നേഹം കൂട്ടുകാരോടാണോ? ആന്ന്. ഇന്നും നിർത്തണമല്ല. എത്ര വയസ്സുണ്ട്? 14 വയസ്സ്. കൂട്ടുകാരെല്ലാം ക്രിമിനൽസാ. സത്യം. ജയിലിൽ കിടന്നോരാ കൂട്ടുകാരല്ല. നീ ജയിലിൽ കിടന്നോ? എനിക്കറിയാം. അതിൽ കേസുണ്ടോ? നീ പ്രതിയാണോ? ആണ്. ജയിലിൽ പോണോ? വേണ്ട. ഇന്നെല്ലാം നിർത്തണം. നിന്റെ അമ്മ അലറിക്കരഞ്ഞൊരു കരച്ചിലുണ്ട്. നിനക്ക് അച്ഛനില്ലല്ലോ. എടാ, നിന്റെ അമ്മ ദൈവത്തോട് കാണിച്ചൊരു അനുസരണക്കേടാ അവര് ജീവിതത്തിൽ അനുഭവിക്കുന്നതല്ല. സത്യമല്ലേ? ആണ്. പെന്തിക്കോസുകാരിയായിരുന്നു. പെന്തിക്കോസുകാരി ദൈവത്തെ വിട്ട് വേറൊരാളെ കല്യാണം കഴിച്ചു. അല്ലയോ? കല്യാണം സ്നേഹിച്ച് കെട്ടി. എത്ര നാൾ നിന്നു? 10 വർഷം ജീവിച്ചു. അനാഥയെ പോലെ ഈ പിള്ളേരെയും കൊണ്ട് വരേണ്ടി വന്നു. ഇവൻ അപ്പൻ്റെ ബാക്കിയായി. പക്ഷെ ഞാനൊരു കാര്യം, ഇവൻ ഈ കുടൂടാ കരയുന്നില്ലേ? ഇത് മാനസാന്തരവാ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് എല്ലാരും ഇവരെ തള്ളിയതാ. പക്ഷെ ദൈവം ഇന്ന് രാവിലെ ഈ ചെറുപ്പക്കാരനെ ഏറ്റെടുക്കാൻ പോവാകട്ടോ. ഈ 14 വയസ്സുള്ള കുഞ്ഞിനെ ഏറ്റെടുക്കുക. എടാ കുഞ്ഞെ, നിന്റെ വീട്ടിൽ ഡെഡ് ബോഡി പൊതിഞ്ഞോണ്ട് വന്നേനെ. വെള്ളപ്പുതപ്പിൽ, വെള്ളത്തുണിയിൽ നിന്റെ ഡെഡ് ബോഡി പൊതിഞ്ഞോണ്ട് വന്നേനെ. നീ ഇടിയേറ്റൊരു സൈഡിലോട്ട് മാറിക്കടന്നപ്പോ നിന്നെ ചേർത്ത് പിടിക്കാൻ അവിടെ ഇറങ്ങി വന്നത് ദൈവത്തിന്റെ ശക്തിയാ. ഇന്ന് രാവിലെ എലോഹീമി വരണമെന്ന് തമ്പുരാൻ നിന്നെ കുറിച്ച് തീരുമാനിച്ച കൈയടിച്ച ആദരം പറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവരാ. ബൈക്ക് 3 പേരുണ്ടായിരുന്നു അല്ലയോ? നീ ഏറ്റവും പുറകിൽ ഇരിക്കുമായിരുന്നു. മോട്ടിച്ച വണ്ടി അല്ലയോ? രാവിലെ പ്ലാൻ ചെയ്ത് മോട്ടിച്ച വണ്ടി കൊണ്ടുപോയി. പിടിക്കപ്പെട്ടു എല്ലാരും. കൂട്ടുകാരുണ്ടോ ഇപ്പോ? ഇല്ല. യേശുവേ ഉള്ളൂ. നീ കർത്താവിനോട് നീ മത്സരിക്കല്ല. അമ്മ പറഞ്ഞ കേൾക്കണം. അമ്മ എന്നെ നോക്ക. അമ്മ മൂക്കൂത്തി ഊരണം. ഊരു. ഇപ്പൊ ഊര. അമ്മ പെന്തിക്കോസുകാരി ആയിരുന്നോ? ആയിരുന്നു. കൈയടിച്ച് വിളിക്ക യേശുവേ. മോനെ, തല ഇവിടുന്ന് പൊട്ടി ഇവിടെ കൂടി ഇതിന്റെ എല്ലാം സ്റ്റിച്ച് ഉണ്ട് ഈ തലയില്. ഡോക്ടർമാർ തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞ കുഞ്ഞെ, ദൈവം നിന്നെ വിടുവിക്കും. ഇനി ഒരു ലഹരി ഉപയോഗിക്കരുത്. പറ. ഇല്ല. കണ്ടോ, ഈ പിള്ളേരൊക്കെ ഭയങ്കര പാവത്തുങ്ങളാ കേട്ടോ. വയസ്സ് 14 ഉള്ളേ. നിങ്ങളൊന്ന് ആലോചിച്ച്, 14 വയസ്സുള്ളൂ. പോലീസ് കേസിലെ പ്രതി. ഈ അമ്മ പെറ്റതല്ല, സഹിക്കത്തില്ല. അവരിവരെയും കൊന്നുകളഞ്ഞ് ചത്തേക്കാവുന്നൊക്കെ അവർ വിചാരിക്കുന്നത്. കണ്ട, നിങ്ങൾ തിരിച്ച് എടാ, നീ ഞായറാഴ്ച തൊട്ട് ആരാധനയ്ക്ക് വരണം. വരുവോ? റിജോണേ,
ഇവന്റെ പേരെഴുതിക്കോണം. ഇവനെ പ്രോഗ്രാമിനെല്ലാം പങ്കെടുപ്പിക്കണം. ഇവനെ യേശുവിന്റെ ആളാക്കണം. ഇനി ഒരു കഞ്ചാവും തുടരുത്, ഒരു ലഹരിയും തുടരുത്. പറ, ചുമ്മാ പറയുമല്ല, ചെയ്യരുത്. ഇനി കർത്താവിന് വേണ്ടി ജീവിക്കണം. മക്കളെ, നിനക്കൊരു പ്രതിസന്ധി വന്നാൽ ആരും നിന്റെ കൂടെ കാണത്തില്ല. യേശു മാത്രമേ കൂടെ നിൽക്കത്തുള്ളൂ. മുട്ടുകുത്തുവോ? ഇപ്പോ മുട്ടുകുത്ത്. എല്ലാരും കൈ നീട്ടി പിടിക്കുക. അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ യേശുവിന്റെ ആളാവട്ടെ. ഇന്ന് രാവിലെ അവന്റെ അമ്മ വഴക്കുണ്ടാക്കി അവനെ കൊണ്ടുവന്ന, ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുവന്ന, അവന് വരാനൊരു മനസ്സും ഇല്ലായിരുന്നു ഇന്നത്തെ പ്രാർത്ഥന. പക്ഷെ ഇവനെ തുടരണമെന്ന് ദൈവം വിചാരിച്ച് ആമേൻ ഉലക സ്ഥാപനം മുമ്പ് ഇവന് വേണ്ടി ദൈവം എഴുതി വെച്ചതാ. എല്ലാരും ശിവൻ ഈ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളുകൾ എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഇവൻ യേശുവിന്റെ പുസ്തകം എടുക്കട്ടെ. കഞ്ചാവ് പൊതിയെടുത്ത കൈകൊണ്ട് യേശുവിന്റെ പുസ്തകം എടുക്കട്ടെ. ഇവൻ അനാവശ്യ കാര്യത്തിന് പോയ ഈ കുഞ്ഞ് യേശുവിന്റെ ആളായിട്ട് മാറട്ടെ. ഇന്ന് രാവിലെ അവന്റെ ജീവിതം തിരിയട്ടെ. ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളുകള് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനെ അടിമുടി മാറ്റണം. തമ്പുരാന്റെ കരുതൽ അവന്റെ മേലുണ്ടാകും. ഇവൻ യേശുവിന് വേണ്ടി നിൽക്കട്ടെ കർത്താവേ. ഇവന്റെ കുടുംബം ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. ഈ അമ്മയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇവരുടെ ജീവിതം മുഴുവൻ മാറട്ടെ. അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞെ എഴുന്നേറ്റ് നിന്നേ. എടാ, നീ കുടുകൂടാ കരയുമ്പോ എന്നോട് ദൈവം പറയുക, നീ യേശുവിന്റെ ആളാവും. ഈ 14 വയസ്സുകൊണ്ട് ചെയ്യാവുന്നൊക്കെ നീ ചെയ്തു അല്ലേ? നിന്റെ അമ്മയ്ക്ക് അറിയാത്ത കാര്യം, പക്ഷെ എനിക്കറിയാം. ഞാൻ അറിയാവുന്ന പറയുന്നേ എനിക്ക് അറിയാവുന്നിട്ടല്ല. എൻ്റെ അകത്തൊരാളുണ്ട്, അത് യേശുവ. ശിവൻ എന്താ? ശിവാൻ. കുഞ്ഞെ, ഇന്നോട്ട് ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ഇല്ല, ഇന്നോട്ട് വരില്ലേ? വരും. ഇവിടെ പിള്ളേരുടെ കൂടെ ആക്റ്റീവ് ആവണം. യേശുവിന് വേണ്ടി ജീവിക്കണം. ആരും നിർബന്ധിച്ചാലും ലഹരി തുടരുത്. മക്കളെ, ലഹരി കൊണ്ട് കളയേണ്ടതല്ല ജീവിതം. തകരുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ജയത്തോടെ നടക്കുന്നതിന്റെ പേരാണ് ജീവിതം. അതാണ് ലഹരി. അങ്ങനാണ് ജീവിക്കണ്ടേ. അങ്ങനെ മുന്നോട്ട് പോകണം. 22-ാം തീയതി പ്രോഗ്രാമിന് ഈ സ്കൂള് മാറ്റണമല്ലോ. പക്ഷെ നീ വാശി പിടിച്ച് നിൽക്കുക, ആ സ്കൂളിൽ പോയാൽ മതിയെന്ന്. അത് കൂട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടാണ്. എടാ, നീ യോഗം കഴിഞ്ഞ് എന്നെ കാണണം. നിൽക്കുവോ? പോമോ? ഇല്ല, ഇവിടെ നിൽക്കണം. നിന്ന് എന്നെ കണ്ട് ഇപ്പം ഞാൻ സ്കൂളിൻ്റെ കാര്യം പറയും, എന്നാ ചെയ്യേണ്ടത്. ബാക്കി ഒരു കാര്യം കൂടെ പറയും. നിങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് വേണ്ടെന്ന് പറയാൻ. അതൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ പറയും. നിങ്ങളൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച്